കൂട്ടുകാരെ, താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകമായ ശ്രീകുമാരൻ തമ്പിയുടെ ചെറുകഥകൾ എന്ന പുസ്തകത്തിലെ 4ാമത്തെ ചെറുകഥ ഗ്രീഷ്മ ഭംഗിയാണ് ഇന്ന് വായിക്കുന്നത്. ഇന്ന് 9ാം ഉത്സവമാണ്. 9 ആനകളുടെ പുറത്ത് 9 വിഗ്രഹങ്ങൾ എഴുന്നള്ളിക്കും. രാക്ഷസൻ്റെ കൈപ്പത്തികൾ പോലുള്ള തീവെട്ടികളുടെ വിരലുകൾ രാവ് മുഴുവൻ ഇരിഞ്ഞു നിൽക്കും. ആ വെളിച്ചത്തിൽ നിരന്നു നിന്ന് കറുത്തു തടിച്ച അണ്ണാച്ചിമാർ നാദസ്വരം വായിക്കുകയും തകിലടിക്കുകയും ചെയ്യും. ഏതായാലും സേവ തൊഴുതിട്ട് പോയാൽ മതി. അയാൾ ആൾത്തിരക്കൊഴിഞ്ഞ ആൽത്തറയുടെ ഒരു കോണിൽ മാറിയിരുന്നു. റോഡിലൂടെ ആളുകൾ തിരക്കിട്ട് പോകുന്നു. കൊച്ചുകുട്ടികൾ ഊതി വീർപ്പിച്ച വർണ്ണ ബലൂണുകൾ ഉയർത്തിപ്പിടിച്ച് തുള്ളിച്ചാടി നീങ്ങുന്നത് കാണാൻ രസമാണ്. ആ വർണ്ണവും ശബ്ദവും പകർന്നു തരുന്ന സന്തോഷം ആ ബലൂണുകൾക്കകം പോലെ തന്നെ പൊള്ളയാണെന്ന് സത്യം പിഞ്ചു മനസ്സുകൾ അറിയുന്നുണ്ടോ? സമയം സന്ധ്യയാകുന്നു. മുമ്പെല്ലാം സന്ധ്യയ്ക്ക് മുമ്പ് അയാൾ വീട്ടിലെത്തുമായിരുന്നു. ഇല്ലെങ്കിൽ അവൾ കരയും, പരിഭവം പറയും, ചിലപ്പോൾ പിണങ്ങിയിരിക്കും. പിണക്കം കൂടുന്ന ദിവസം പട്ടിണി എടുക്കുകയും ചെയ്യും. എൻ്റെ ശ്വാസം നേരെ പോകണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വേണം, അവൾ പറയുമായിരുന്നു. അത് കേൾക്കുമ്പോൾ കൺപീലുകൾ നനഞ്ഞു പോകും. കൊച്ചുപാറ നല്ലവളാണ്, സ്നേഹമുള്ളവളാണ്. എങ്കിലും ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദുഃഖിച്ചതുകൊണ്ട് പ്രയോജനവുമില്ല. ആ കാലമെല്ലാം പോയി. ഇന്ന് അവൾ അകലെയാണ്. സന്ധ്യ കഴിഞ്ഞ് ചെന്നാൽ പിണക്കം നടിക്കാൻ വീട്ടിൽ ആരുമില്ല. അഥവാ ഇന്ന് തനിക്കൊരു വീട് തന്നെയുണ്ടോ? ഇരുട്ട് നിറഞ്ഞ മുറികളും ചൂല് കണ്ടിട്ട് മാസങ്ങളായ വരാന്തയും ചോർന്നലിക്കുന്ന മേൽക്കൂരയുള്ള ഒരു കൊച്ചു കൂര ഒഴിഞ്ഞു കിടപ്പുണ്ട്. ശബ്ദമില്ല, ചലനമില്ല, തീപ്പുക ഉയരാറില്ല. അതൊരു വീടാണെന്ന് പറയാൻ കഴിയുമോ? എടാ പരമുവേ, നീ ഇവിടെ ഇരിക്കുവാണോ? തിരിഞ്ഞു നോക്കി. തെക്കിയതിലെ ചീരിത്തള്ളയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തൂങ്ങിച്ചാവണോ? ഇനിയും ചത്താൽ എന്താടാ? നീ സുഹൃതം ചെയ്തവനല്ലേ? എന്തോന്നാ തള്ളേ നിങ്ങളീ പറയുന്നത്? ഈ തെണ്ടി നടക്കലാണോ സുഹൃതം? അല്ല. അപ്പം നീ അറിഞ്ഞില്ലേ? എന്താ കാര്യം? കൊച്ചുപാറ് പെറ്റു. ആൺകൊച്ചാണെന്ന് കേട്ടു. ഭഗവാനേ, സത്യമാണോ ഇത്? ഇരുന്നിടത്ത് നിന്ന് ഞെട്ടി എഴുന്നേറ്റു. പറക്കാൻ കഴിവില്ലാത്തിൽ ദുഃഖിച്ചു. എൻ്റെ കൊച്ചുപാറ് പെറ്റു. എൻ്റെ പൊന്നുമോളെ എനിക്കൊരു കൊച്ചിനെ തന്നു. ആരാ തള്ളയോട് ഇത് പറഞ്ഞത്? നേരാണോ? പെറ്റിട്ട് ഒത്തിരി ദിവസമായോ? അവർക്ക് സുഖമാണോ? ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ചീരിത്തള്ളയുടെ ചുളുങ്ങിക്കൂടിയ ചുണ്ടത്ത് ഒരു നിമിഷത്തേക്ക് യൗവനം മടങ്ങി വന്നു. അവർ വിസ്തരിച്ചൊന്ന് ചിരിച്ചു. അമ്പട കേമ, അപ്പോഴിതാണോ നിൻ്റെ മനസ്സിലിരിപ്പ്? ഈ ജന്മം അവിടെ വീട്ടിൽ പോകത്തില്ലെന്ന് ആണയിട്ട് നടന്നവൻ്റെ മുഖത്തെ വെട്ടം കണ്ടോ? മോനുണ്ടായതിൻ്റെ ഒരു സന്തോഷം. അവർ ചിരി നിർത്തുന്നില്ല. ആ മുഖത്തു നിന്നും പെട്ടെന്ന് തന്നെ ദൃഷ്ടി പിൻവലിച്ചു. അഭിനന്ദനത്തിൻ്റെ പൂവിനോടൊപ്പം പരിഹാസത്തിൻ്റെ മുള്ളുകൂടി കണ്ടപ്പോൾ മനസ്സൊന്ന് ഇടിഞ്ഞു. ശരിയല്ലേ? ഈ അതിരുകടന്ന ആവേശത്തിൻ്റെ അർത്ഥമെന്താണ്? ഇത്രയും സന്തോഷിക്കാൻ തനിക്കുള്ള അർഹത എന്താണ്? അവൾ ഒരു വാക്ക് പറയാതെ ഇറങ്ങിപ്പോയവളല്ലേ? നിറവയറോടെ പോയിട്ട് ഒരു കത്ത് പോലും എഴുതി അയക്കാത്തവളല്ലേ? ആശുപത്രിയിൽ ശ്വാസം വലിച്ചു കിടന്ന ഭർത്താവ് ചത്തോ ജീവിച്ചൊന്നും അന്വേഷിക്കാത്തവളല്ലേ? അതെ, എന്നാൽ അവൾ പെറ്റത് തൻ്റെ കുഞ്ഞിനെയാണല്ലോ. അവൻ വളരുമ്പോൾ അവൻ്റെ അച്ഛനെ അന്വേഷിക്കും. അമ്മയും തടഞ്ഞാലും അവൻ തന്നെ കാണാൻ വരും. എൻ്റെ മകൻ, എൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞോമന. അയാൾ ചീരിത്തള്ളയുടെ പിന്നാലെ നടന്നു. മനസ്സിൽ നിമിഷം കൊണ്ട് തിരയിടിച്ചുയർന്ന സ്വപ്ന സമുദ്രം വറ്റിവരുണ്ടു. വീണ്ടും അവിടെ മണലാരണ്യമായി മാറി. മുൾച്ചെടികൾ മാത്രം വളരുന്ന മരുഭൂമി. സംശയത്തിൻ്റെ, വേദനയുടെ മുൾച്ചെടികൾ. കോവാലന എന്നോട് പറഞ്ഞത്. അവൻ ഇന്നലെ അമ്പലപ്പുഴ പോയിരുന്നു. പാറുവിൻ്റെ അയലത്തെ പള്ളിക്കൂടം വാദ്യാർ പറഞ്ഞ അവൻ അറിഞ്ഞത്. എന്നാൽ ഇങ്ങനൊരു കടുപ്പക്കാരത്തിയായി പോയല്ലോ ആ തള്ള. ആ പേരെന്നുള്ളതിൽ ആദ്യം അറിയിക്കേണ്ടത് തന്തയെയല്ലേ? ഞാൻ ചത്തുപോയെന്നായിരിക്കും അവരുടെ വിചാരം. അവളെ പറയല്ലേ, കൊച്ചുപാറ് പാവമാ, കഥയില്ലാത്തോള. അവളെ ദൈവത്തിൽ നിൽക്കാത്തൊന്നും ചെയ്യത്തില്ല. നിൻ്റെ അമ്മായി അമ്മയുണ്ടല്ലോ, അവളാ വിഷം. ഏന്ത്യാനിച്ചി. ചീരിത്തള്ളയൊന്ന് കാർക്കിച്ച് തുപ്പി. മുറുക്കാൻ തുപ്പലിൻ്റെ ഒരംശം അയാളുടെ ദേഹത്തും വീണു. അത് സാരമാക്കാതെ വീണ്ടും മുന്നോട്ട് നടന്നു. ചീരിത്തള്ള പറഞ്ഞു. അന്ന് തന്നെ അവളെ കിടന്നു കയറ് പറിച്ചതാ. ആശുപത്രി വന്നു നിന്നെ കാണാൻ കണ്ടു പറഞ്ഞു വെച്ച് പോവാ തള്ളയെന്ന് അവൾ വാശി പിടിച്ചതാ. പക്ഷെ ആ തള്ള സമ്മതിച്ചില്ല. എന്തൊക്കെയായാലും അവൾ അവരുടെ മോളല്ലേ. മോള് തള്ള പറയണ കേൾക്കാണ്ടായോ? അവർ ചീരിത്തള്ളയുടെ വീട്ടുപടിക്കലെത്തി. കയ്യിരുന്ന കുട്ട വരാന്തയിൽ ഒതുക്കി വെച്ച് തള്ള നിലത്തിരുന്നു. നീ എന്താ നിശ്ചയിച്ചു? കൊച്ചിനെ കാണാൻ പോവണ്ടായോ? നിങ്ങൾ പിന്നെ ശവത്തിൽ കുത്തുവാണോ? ഈ പരുവത്ത് ഞാൻ എങ്ങനെ പോവും? ഞാനൊരു മുഴുവൻ ബീഡി വലിച്ച് നാള് മറന്നു. കഷ്ടം, നിൻ്റെ തലയിലെഴുത്ത് കുറേ കടുപ്പം തന്നെ. എൻ്റെ കോളോത്ത് ഭഗവതി, ആണുങ്ങളെപ്പോലെ കഴിയാനുള്ളവൻ്റെ ഒരു നില കണ്ടു. എല്ലാം തന്നെത്താനെ വരുത്തി വെച്ചതല്ലയോ? അതെനിക്കറിയാൻ തള്ളേ. ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ? ഏതായാലും നീ അവിടം വരെ ഒന്ന് ചെല്ല്. വെറും കൈയോടെ ഞാനെങ്ങനെ കയറി ചെല്ലും? പതിച്ചിക്ക് കൊടുക്കാൻ പോലും ഒരു രൂപയില്ലാതെ നിറ കൈയോടെ ഒത്തിരി പ്രാവശ്യം ചെന്നിട്ടുള്ളവനല്ലയോ നീ? ആ മുതുക്കിക്ക് നന്ദിയില്ലെന്നും വെച്ച് കൊച്ചുപാറ അത് മറക്കുമോ? നീ ആരോടും കിന്നാരം പറയാൻ നിൽക്കണ്ട. കൊച്ചിനെയും തള്ളയും കണ്ടേച്ച് ഓടി ഇങ്ങ് പോരെ. അയാൾ വീണ്ടും കുഴങ്ങി. മനസ്സിൽ പിന്നെയും ആശ പടരുകയാണ്. കുഞ്ഞിനെയൊന്നും കണ്ടിട്ട് ഉടനെ ഇങ്ങ് പോരാ. കൂട്ടത്തിൽ അവളെയും കാണാമല്ലോ. അവളിപ്പോൾ വല്ലാതെ മെലിഞ്ഞിട്ടുണ്ടാകും. തീ തിന്നുന്ന ജീവിതമല്ലേ. ഒന്നും അത്ര പെട്ടെന്ന് മറക്കുന്നവളല്ലല്ലോ അവൾ.
മറക്കാൻ കഴിയാത്തവർക്കാണല്ലോ എന്നെന്നും കണ്ണീരുമായി കഴിയേണ്ടി വരുന്നത്. ഒന്ന് പോകാമായിരുന്നു. എന്നാൽ ബസ് ചാർജിന് എവിടെ പോവും? അതും ചീരിത്തള്ളയോട് ചോദിക്കണോ? ചോദിച്ചാൽ തന്നെ അവരുടെ കാണുമോ? ചോദിക്കേണ്ടി വന്നില്ല. അവർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, വണ്ടിക്കൂലിക്ക് കാശില്ലെങ്കിൽ ഞാൻ തരാം. കോവാലം കുഴമ്പ് മേടിക്കാൻ തന്ന 2 രൂപയുണ്ട്. പിന്നെ എങ്ങനെ കുഴമ്പ് വാങ്ങിക്കും? അതിനേക്കാളും അത്യാവശ്യമല്ലേ ഇത്? ഉള്ള കാലത്ത് നീ എനിക്ക് എത്ര കാശ് തന്നിട്ടുണ്ട്? ഞാൻ ചോറ് ഉപ്പും കൂട്ടി തിന്നുന്നോളാം. കൈവെള്ളയിൽ വീണ 2 വെള്ളിരൂപ തുട്ടുകൾക്ക് 2 ടൺ ഭാരമുള്ളതുപോലെ തോന്നി. കണ്ണിൽ വെള്ളം പൊടിയുന്നുണ്ടോ? തൻ്റെ പാവഭാരം ചീരിത്തള്ള കണ്ടിരിക്കുമോ? ആലോചിച്ച് നിൽക്കാതെ നീ ഇന്ന് തന്നെ പോ. ഇടറുന്ന കാലുകൾ വച്ച് നടന്നു. വീട്ടിലെത്തി കുറ്റിയെടുത്ത് കതക് തള്ളി തുറന്നു. അടഞ്ഞു കിടന്ന മുറിക്കുള്ളിൽ കാറ്റ് കിടന്ന് പൊടിയുയർന്നു. വെളിച്ചം കുറേച്ചേയുള്ളൂ. അയാൾ അടുക്കളയിൽ ചെന്ന് കലത്തിൽ നിന്ന് വെള്ളമെടുത്ത് മുഖം കഴുകി. പാത്രത്തിൽ നിന്ന് പഴകിയ വെള്ളം ചെറിയ നാറ്റമുണ്ട്. വിയർപ്പിൽ കുതിർന്ന ബനിയൻ അഴിച്ചു മാറ്റി. തുരുമ്പ് പിടിച്ച പഴയ പെട്ടി തുറന്ന് ആകെ കുടിയുള്ള ഷർട്ടെടുത്ത് അണിഞ്ഞു. പിഞ്ചാത്ത ഒരു ഇഴ പോലും ബാക്കിയില്ല. എങ്കിലും ഒന്നുമില്ലാത്തതിൽ ഭേദമല്ലേ ഇത്? ഷർട്ടിട്ട് തിരിഞ്ഞു നിന്നപ്പോൾ തെറുത്തു വച്ചിരുന്ന ബായിൽ കാല് തെറ്റി. എല്ലാറ്റിനും സാക്ഷി നിന്ന ഉറക്കപ്പാൽ. ഇതിൽ മെയ്യോട് മെയ്യൊരുമി കിടന്നാണ് എല്ലാം പരസ്പരം പകർന്നു നൽകിയത്. എന്തെല്ലാം പറഞ്ഞു, എത്രയോ സ്വപ്നങ്ങൾ നെയ്തു. എന്നിട്ട് പണമില്ലാതായപ്പോൾ സ്വപ്നങ്ങൾ മാത്രമല്ല, താനും പിണമായി മാറി. അമ്മയെ അരികിൽ കാണാത്ത താമസം. അവൾ പൊട്ടിക്കരഞ്ഞു. എല്ലാം ഇട്ടറിഞ്ഞ് അവളുടെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. ഒരു ഭാര്യ ഒരിക്കലും ചെയ്തുകൂടാത്തതാണ് അവൾ ചെയ്തത്. മാപ്പ് നൽകിയില്ലെന്ന് തീർച്ചപ്പെടുത്തിയിരുന്നതാണ്. തെണ്ടി നടന്ന് തെരുവിൽ കിടന്ന് മരിച്ചാൽ അവളുടെ വീട്ടിൽ കാല് കുത്തരുതെന്ന് കരുതിയതാണ്. പക്ഷേ എല്ലാ തീരുമാനങ്ങളും തെറ്റുന്നു. തൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള ദാഹം, ഭാര്യയോടുള്ള ദേഷ്യം മുഴുവൻ ആ ദാഹത്തിൽ ഇല്ലാതാവുകയാണോ? തിരക്കിനിടയിലൂടെ ബന്ധപ്പെട്ട് നീങ്ങി. അമ്പലപ്പറമ്പിലും പരിസരത്തും വെളിച്ചം കവിഞ്ഞൊഴുകുന്നു. ആനക്കുട്ടലിൻ്റെ മുഖത്ത് തന്നെ ആയിരക്കണക്കിനുള്ള ചെറിയ വിളക്കുകൾ തോരണങ്ങൾ പോലെ തൂക്കിയിട്ടിരിക്കുന്നു. പല നിറത്തിലുള്ള വൈദ്യുത വിളക്കുകൾ. അമ്പലത്തിൽ സേവ തുടങ്ങിയിരിക്കുന്നു. ഉത്സവകാലത്തെങ്കിലും പാവം ദൈവം വെട്ടം കണ്ടു കഴിയുമല്ലോ. ഭാഗ്യം കൊണ്ട് ബസ് കിട്ടാൻ വൈകിയില്ല. നല്ല തിരക്കുണ്ട്. അമ്പലപ്പുഴ വരെയും കമ്പിയിൽ പിടിച്ച് ഒരേ നിൽപ്പ് നിന്നു. ബസ് ഇറങ്ങി നടന്നപ്പോൾ വീണ്ടും മനസ്സ് പതറി. ഈ അസമയത്ത് ചെന്ന് കയറിൽ ഏത് തരത്തിലുള്ള സ്വീകരണമായിരിക്കും ലഭിക്കുക? എല്ലാം സഹിക്കാം. അമ്മായിയമ്മയുടെ മുഖത്തടിച്ചതുപോലുള്ള സംസാരമാണ് കേട്ടുകൂടാത്തത്. പണ്ട് മരുമകനെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രാണനായിരുന്നു. മോനെ എന്ന് വിളിച്ചാൽ തേനൂറും. അന്ന് തൻ്റെ ഓയിൽ ജുബയുടെ കീഴിൽ പണം നിറച്ച പേഴ്സ് ഒഴിയാതെ കിടക്കുമായിരുന്നു. ഒരു റാത്തൽ ജാപ്പാണം പുകയിലയും ഒരു പലഹാരപ്പൊതിയും കയ്യിലില്ലാതെ ഭാര്യ വീട്ടിൽ ചെന്ന് കയറാറില്ല. തന്നെ അകലെ കണ്ടാൽ മതി അമ്മയും കൊച്ചുമകളും ഓടി ഇറങ്ങി വരും. കയ്യാലയ്ക്കൽ നിന്നേ സ്വീകരിച്ചുകൊണ്ട് പോകും. പ്രായം തികഞ്ഞ പെണ്ണാണ് ഭാരതി. എങ്കിലും പരമചേട്ടൻ്റെ മുമ്പിൽ അവൾ കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. അയാളുടെ കഴുത്തിൽ കൈ ചുറ്റി അവൾ കൊഞ്ചും. ചേട്ടൻ എന്നോട് ഇത്രയും സ്നേഹമില്ല. എന്താ ഭാരതി? എനിക്കൊരു കൂട്ടം വേണമെന്ന് എത്ര നാളുകൊണ്ട് പറയുന്നു. എന്ത് വേണം നിനക്ക്? പിന്നെ ഞാൻ പറയട്ടെ? നീ പറഞ്ഞാൽ ഞാൻ വാങ്ങി തരാതിരിക്കുമോ? കടും ചുവപ്പ് നിറമുള്ള ഒരു സാരി. അത് ഞാൻ വാങ്ങി തന്നില്ലേ? ഓ, അത് റോസ. എനിക്ക് ചുമപ്പാ വേണ്ടിയേ. എല്ലാം കേട്ട് അടുത്ത് നിൽക്കുന്ന അമ്മായിയമ്മ മകളെ സ്നേഹപൂർവ്വം ശാസിക്കും. ഒന്ന് ചുമ്മാതിരി പെണ്ണേ. എപ്പോഴും സാരിയും മാലയും മേടിച്ചു തരാൻ അവൻ്റെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമുണ്ടോ? ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ല, എൻ്റെ ചേട്ടനോടാ പറഞ്ഞത്. നോക്കട്ടെ. എല്ലാം വാങ്ങിക്കൊടുത്തു. ഒടുവിൽ ഒന്നും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത വിധം പാപ്പരായപ്പോൾ അമ്മായിയമ്മയുടെ ഭാവം മാറി. ചേട്ടൻ്റെ കഴുത്തിൽ കൈചുറ്റി കൊഞ്ചിക്കുഴിയുമായിരുന്ന അനിയത്തിയെ കണ്ടാലറിയാത്ത നിലയിലായി. സൈക്കിൾ ട്യൂബിൽ റാക്ക് കുപ്പികൾ ഫിറ്റ് ചെയ്ത് വിൽക്കുന്ന ഒരു പുത്തൻ മടിശീലക്കാരൻ അവളെ വിവാഹം ചെയ്തു. ആ വിവാഹത്തെപ്പറ്റി അമ്മായിയമ്മ അയാളോട് ആലോചിച്ചതേയില്ല. എന്നിട്ട് അയാൾ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. പക്ഷേ കല്യാണം നടന്നു. കഴിവില്ലായ്മ കൊണ്ട് അയാൾ പോയില്ല. ഭാര്യയെ അയച്ചു. മൂത്ത മരുമകളിൽ നിന്ന് പൊന്നും പണവും കിട്ടാഞ്ഞപ്പോൾ അമ്മായിയമ്മയുടെ മനസ്സിരുണ്ടു. മോനെ എന്ന് വിളിക്കാൻ പുതിയ ആളുണ്ടായല്ലോ. അമ്മായിയമ്മ ഇപ്പോൾ ഉള്ളിലുള്ള തേനക്ക അവനെ മോനെ എന്ന് വിളിക്കാൻ ഉപയോഗിക്കണം. എത്ര വേഗമാണ് എല്ലാം തകർന്നത്. ഓർക്കുമ്പോൾ എല്ലാം സ്വപ്നം പോലെ തോന്നും. നല്ല രീതിയിൽ നടന്നു വന്ന ചായക്കട പൂട്ടിയിട്ടു. കടക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ കുറേ കാലം നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നു നോക്കി. കൊച്ചു പാറുവിനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. അമ്മായിയമ്മ പുതിയ മരുമോനെ അവളെ കൂടി ദാനം ചെയ്തേക്കുമെന്ന് നില വന്നപ്പോൾ രണ്ടും നിശ്ചയിച്ച് തിരികെ വിളിച്ചു കൊണ്ടുവന്നു. ജീവിതവും പണവുമായുള്ള ബന്ധം ശരിക്കും അറിഞ്ഞു കഴിഞ്ഞു. നഷ്ടപ്പെടാൻ ഇനിയൊന്നുമില്ല താനും. കൂലി വിലയ്ക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അതും അധികകാലം തുടരാൻ കഴിഞ്ഞില്ല. 4 മാസം ഗർഭമുള്ള കൊച്ചുപാറുവിനെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് 6 മൈൽ അകലെ ഉന്തുവണ്ടിയുമായി പോയി. ലോറിയിൽ വന്ന മുറിത്തടികൾ ഓരോന്നായി പിടിച്ച് വണ്ടിയിൽ കയറ്റുകയായിരുന്നു. ഒരെണ്ണം നെഞ്ചത്ത് വീണു. അയ്യോ എന്ന് വിളിച്ചതും പുറകോട്ട് മറിഞ്ഞതും മാത്രം ഓർമ്മയുണ്ട്. കണ്ണു തുറന്ന് നോക്കിയത് ആശുപത്രിയിൽ വെച്ചാണ്. നിരനിരയായി കിടക്കുന്ന രോഗികൾക്കിടയിൽ ഒരു കണ്ണിയായി താനും തൊടുക്കപ്പെട്ടിരിക്കുന്നു. കട്ടിലിൻ്റെ കാൽക്കൽ വിളറി വെളുത്ത മുഖവുമായി കൊച്ചുപാറു ഇരിക്കുന്നു. അനങ്ങാൻ വയ്യ. നെഞ്ചു മുഴുവൻ തകർന്നു പോയിരിക്കുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. രക്തമില്ലാത്ത അവളുടെ മെലിഞ്ഞ കൈകൾ അയാളുടെ കണ്ണുനീരൊപ്പി. നിൻ്റെ വിധിയാ മോളെ, ഞാൻ ചത്തുപോകും. അങ്ങനെ കടുപ്പം പറയില്ലേ, പിന്നെ എനിക്കാരുണ്ട്? അവൾ തേങ്ങിക്കരഞ്ഞു.
തേങ്ങി കരഞ്ഞു. 2 ദിവസം കഴിഞ്ഞു. ചീരിത്തള്ളയാണ് അവൾക്ക് കഞ്ഞി കൊണ്ടുവന്ന് കൊടുത്തത്. എത്ര ദിവസമെന്ന് കരുതിയാണ് അവരെ ബുദ്ധിമുട്ടിക്കുക. ഒടുവിൽ കൊച്ചുപാറുവിനോട് നിർബന്ധമായി പറഞ്ഞു, നീ ഇവിടെ ഇരിക്കണ്ട, എനിക്ക് വളരെ കുറവുണ്ട്. വീട്ടിൽ പോയിരുന്നാൽ 2 തൊണ്ടെങ്കിലും ചതച്ചെടുക്കാമല്ലോ. ഞാൻ പോണില്ല, ഈ നിലയിലിട്ടേച്ച് ഞാൻ എന്തായാലും പോണില്ല. എൻ്റെ മോള് ഞാൻ പറയണത് കേൾക്ക്. ആ ചീരിത്തള്ളയുടെ തൊണ്ട ഞെക്കി എത്ര നാളിങ്ങനെ ജീവിക്കും? കൊഞ്ചി പറഞ്ഞപ്പോഴാണ് അവൾ സമ്മതിച്ചത്. മടിയോടെ അവൾ ഇറങ്ങിപ്പോയി. നിറകണ്ണുകളോടെ തിരിഞ്ഞു നോക്കി. എന്നാൽ ആ പോക്ക് നേരെ അവളുടെ വീട്ടിലേക്കായിരിക്കുമെന്ന് സ്വപ്നേബി കരുതിയില്ല. അവൾ പോയതിൻ്റെ പിറ്റേന്ന് ചീരിത്തള്ള വന്നു. കൊച്ചുപാറുവിനെ അവിടെ തള്ള വന്ന് വിളിച്ചുകൊണ്ട് പോയേ. ചതഞ്ഞരഞ്ഞ് നെഞ്ചത്ത് വീണ്ടും ഒരു തട്ടിഭക്ഷണം കൂടി വന്ന് വീണതുപോലെ. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കൊച്ചുപാറു അങ്ങനെ ചെയ്യുമോ? ഒരു വാക്ക് പോലും പറയാൻ നിൽക്കാതെ ആ സ്ഥിതിയിൽ കിടക്കുന്ന തന്നെ ഒരു പ്രാവശ്യം കൂടി നോക്കാതെ അവൾ പോകുമോ? പക്ഷെ അവൾ പോവുക തന്നെ ചെയ്തു. ആശുപത്രിയിൽ നിന്ന് ഉപയോഗശൂന്യമായി തകർന്ന ശരീരവുമായി ഇറങ്ങി വന്നപ്പോൾ ചിലന്തി വലകളും പൊടിയും നിറഞ്ഞ ഒഴിഞ്ഞ വീട് മാത്രം അയാളെ കാത്തു കിടന്നിരുന്നു. പട്ടിണിയും പാടുമായി ദിവസങ്ങളോളം തള്ളി നീക്കിയപ്പോൾ ഒരു കാര്യം കൂടി ഉറപ്പിക്കാൻ മറന്നില്ല. ഇനി അവളെ കാണുകയില്ല. മരിക്കുന്നവർ അവളുടെ വീട്ടിൽ കാലുകുത്തിയില്ല. എന്നാൽ എല്ലാ പുരുഷന്മാരും വിഡ്ഢികളാണ്. പെണ്ണിൻ്റെ മുമ്പിൽ അവരെപ്പോഴും തോൽവി സമ്മതിക്കുന്നു. ചിലർ നേരത്തെ തോൽക്കും, മറ്റു ചിലർ കുറേ കാലം കൂടി പിടിച്ചു നിൽക്കും. എന്തായാലും ജയം അവൾക്ക് മാത്രമുള്ളതാണ്. പരമ ചിന്തിച്ചു. പടിയെടുക്കുമ്പോൾ ആദ്യം കാതിൽ പതിച്ചത് കുട്ടിയുടെ കരച്ചിലാണ്. ദേഹം മുഴുവൻ കുളിര് കോരിയിട്ടു അത് കേട്ടപ്പോൾ. പട്ടി കുരയ്ക്കുന്നതായിട്ട് അമ്മായിയമ്മ വിളക്കുമായി വരാന്തയിലേക്ക് വന്നു. വെളിച്ചം അയാളുടെ മുഖത്തടിച്ചു. ഒരു നിമിഷം അമ്മായിയമ്മ നിശ്ചലയായി നിന്നു. എന്നിട്ട് വിളക്ക് വരാന്തയിൽ വയ്ക്കാതെ തല വെട്ടിച്ച് അകത്തേക്ക് തന്നെ പോയി. അസ്വസ്ഥമായ മനസ്സോടെ വരാന്തയിൽ കാലെടുത്ത് വെച്ചു. കുഞ്ഞിൻ്റെ നേർത്ത കരച്ചിലും അവളുടെ സാന്ത്വനവും കേൾക്കുന്നുണ്ട്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, സംശയിച്ചതുമില്ല. അവൾ കിടക്കുന്ന മുറിയിലെത്തി. കിടക്കിൽ അവളും അരികിൽ ചേർന്ന് കിടക്കുന്ന മകനെ പഴന്തുണിയിൽ പൊതിഞ്ഞ് കയ്യിലെടുത്തു. മോനെ, എൻ്റെ പൊന്നു മോനെ. അച്ഛൻ്റെ ആദ്യത്തെ ശബ്ദം. അതിന് വേദനയുടെ നനവുണ്ട്, മോഹങ്ങളുടെ മണമുണ്ട്, സംതൃപ്തിയുടെ മാധുര്യമുണ്ട്. പൊക്കിൾക്കുടി ഉണങ്ങിയിട്ടില്ലാത്ത ആ കുരുന്ന് കുഞ്ഞ് കണ്ണു തന്ന് അയാളെ നോക്കി. അതിൻ്റെ പിഞ്ച് കൊളുത്ത് ചുംബിക്കുന്നതായി ഭാവിച്ച് അയാൾ പറഞ്ഞു, എൻ്റെ മക്കൾക്ക് തരാൻ അച്ഛൻ്റെ അടുത്ത് ഒന്നുമില്ല. പെട്ടെന്ന് കിടക്കിൽ നിന്ന് ഒരു തേങ്ങലെന്നു. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. ഇത്രയും നേരം ഞാൻ അവളെ മറന്നിരിക്കുകയായിരുന്നു എന്ന സത്യം അയാൾ കുറ്റബോധത്തോടെ ഓർമ്മിച്ചു. അവ്യക്തമധുരമായ ഈ ദുഃഖത്തിനും ഈ മോഹത്തിനും ഈ സംതൃപ്തിക്കും എല്ലാം കാരണക്കാരിയായ അവളെ. കൊച്ചുപാറു, നീ കരയുവാന്നോ? അവൾ മിണ്ടിയില്ല. നിറമിഴികളോടെ അയാളെ തന്നെ നോക്കിക്കിടന്നു. അയാൾ കുട്ടിയുടെ കിടത്തിയിട്ട് അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. ഞാനൊന്നും കൊണ്ടുവന്നില്ല. വെള്ളമില്ലാത്തിടത്ത് മുങ്ങാനൊക്കുമോ? എനിക്കൊന്നും വേണ്ട, കണ്ടാൽ മാത്രം മതി. അവളുടെ നനഞ്ഞ മുഖത്തേക്ക് വീണ്ടും നോക്കാൻ കരുത്തില്ലാതെ അയാൾ മുഖം തിരിച്ചു. അവൾ നിർത്തി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പരാതികൾ, പരിഭവങ്ങൾ, പരിമിതികൾ. ഒരു ജീവച്ചാമ്പ് പോലെ അയാളെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഇത്രയും നാളായിട്ട് എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയോ? ഞാൻ ദിവസവും കാത്തു. സങ്കടം വരുമ്പോഴെല്ലാം ഞാൻ എൻ്റെ വയറ്റിൽ നോക്കി ആശ തീർക്കുമായിരുന്നു. എന്നാലും എന്താ നീ പറഞ്ഞ? അയാളുടെ കണ്ണുകളും നിറഞ്ഞു. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഉറഞ്ഞ് കൂടിക്കിടന്ന പ്രതികാരം ദുഃഖമായി ഉരുകി ഒഴുകുകയാണ്. നീ എന്നെ ഇട്ടിച്ച് പോന്നവളെ, ഞാൻ ചത്തുകൊണ്ടോ ഒന്നുപോലെ അന്വേഷിച്ചവളല്ലോ നീ. അവൾ ദീർഘനിശ്വാസത്തോടെ നിശ്ചയിച്ചു. അന്ന് ഞാൻ പോകുന്നതാണോ കുറ്റം? ഒന്നും ആലോചിച്ച് നോക്കിക്കേ. ഞാൻ അവിടെ നിന്നെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്തേനെ? ഈ കൊച്ചിനെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. ഇനി ഇവിടെ നിന്നൊന്ന് എണീറ്റാട്ടെ, ഞാൻ ഓടി വരും. നീ വന്നു. നിനക്ക് അമ്മയല്ലയോ വലുത്? അമ്മ വലുതാണ് എല്ലാവർക്കും. പക്ഷേ ഇനി എനിക്ക് ഈ നരുന്താ വലുത്. അതിനെയും കൊണ്ട് എൻ്റെ കൂടെ തന്നെ എനിക്ക് കഴിയണം. നിങ്ങൾക്ക് വേലയെടുക്കാൻ വയ്യെങ്കിൽ എനിക്കാവും. ഞാൻ ജോലി ചെയ്ത് എൻ്റെ കൊച്ചിനും തന്തയ്ക്കും ചോറ് കൊടുക്കും. തോറ്റുപോയി. ഒന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല. അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് അമ്മയുടെ ഉച്ചത്തിലുള്ള വിളിയിരുന്നു. എടി പാറുവേ. അവൾ ഭയത്തോടെ എഴുന്നേറ്റുന്നു. അഴുക്ക് പിടിച്ച കറുത്ത തലേണയുടെ ഉറയ്ക്കകത്ത് നിന്ന് ഒരു കടലാസ് പൊതിയെടുത്ത് അയാളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ട് കൊടുത്തു. എന്തോന്നാ ഇത്? റൊട്ടി, ചെന്ന് നോക്കിയാൽ മതി. അമ്മ വരുന്നു. അവർ വല്ലതും പറയുന്നതിന് മുമ്പേ പൊയ്ക്കോ, എൻ്റെ വിധിയ. അവൾ വീണ്ടും കരയാൻ ആരംഭിച്ചു. അയാൾ എഴുന്നേറ്റ് ഒരു പ്രാവശ്യം കൂടി അവളെയും കുഞ്ഞിനെയും നോക്കി. ഭാരം തൂങ്ങുന്ന ഹൃദയമായി പുറത്തേക്ക് നടന്നു. മുറ്റത്തേക്ക് ഇറങ്ങി നിന്നപ്പോൾ ഉള്ള അമ്മായിയമ്മ മകളെ ശകാരിക്കുന്ന ശബ്ദം കേട്ടു. എന്തോന്ന് തന്നെടി അവൻ? അത്രരാത്രി കയറി വന്നൊരു പുന്നാരം പറിച്ചില്ല. എൻ്റെ അമ്മയെ ഒന്ന് പതുക്കെ പറഞ്ഞേ. എന്തിനാടി പതുക്കെ പറയണേ? എനിക്കവനെ പേടിയുണ്ടോ? ഭാര്യയുടെ പേര് കാണാൻ വെറും കൈയോടെ വന്നിരിക്കുന്നു, നാണമില്ലാത്ത പട്ടി. അവന് നടന്ന് തെണ്ടാമാരുമെന്നല്ലോടി. അവന് നടന്ന് തെണ്ടാമാരുന്നല്ലോടി. അങ്ങേർക്ക് പരുവമില്ലാഞ്ഞിട്ടാ. ജോലിയെടുക്കാൻ പോലും ശക്തിയില്ല. ഇല്ലെങ്കിൽ പോയി ചാവട്ടെ. പേറ്റിന് കൊടുക്കാൻ വകയില്ലാത്തവൻ പെണ്ണ് കെട്ടരുത്. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ തെണ്ടിയാവുന്നെങ്കിൽ മര്യാദയ്ക്ക് കിടന്നുറങ്ങണം. അല്ലാതെ പെമ്പറന്നോത്തിയുടെ വയറ് വീർപ്പിച്ച് വെച്ച് കയ്യും വീശി നടക്കരുത്. അഗ്നിയിൽ നിൽക്കുന്നത് പോലെ തോന്നി. ഇനിയൊരു നിമിഷം ഈ മണ്ണിൽ ചവിട്ടാൻ വയ്യ. അല്ല, അതിവേഗം റോഡിലേക്ക് ഇറങ്ങി നടന്നു. തെരുവിളക്കിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ പോക്കറ്റിൽ കിടന്ന പൊതി വെച്ച് നോക്കി. മുഷിഞ്ഞ ഒരു 5 രൂപ നോട്ട്, ഒരു വെള്ളി രൂപയും. അമ്മയെ കവളിപ്പിച്ച് അവളുണ്ടാക്കിയ സമ്പാദ്യം. എൻ്റെ കൊച്ചു പാറു, എൻ്റെ മോൻ്റെ അമ്മ. പരമ ആ കടലാസ് പൊതി ചുണ്ടോടടുപ്പിച്ചു. നന്ദി.